ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വർഷത്തിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയണു? ന്യൂ ഇയർ വീട്ടിൽ തന്നെ ആഘോഷിച്ചില്ലേ? അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് എല്ലാ നന്മകളും വരട്ടെ, നല്ലൊരു വർഷമായി തീരട്ടെ. അപ്പം നമ്മളിപ്പോൾ അതുപോലെ നമ്മുടെ ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആണ്, പുതിയ വർഷത്തിലെ പുതിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ഇടുന്ന് പ്രസ് ചെയ്യുക, അതിലോളം ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബോട്ടിൽ അതുപോലെ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചണച്ചരടില്ല, അത് വെച്ചൊന്ന് മൊത്തത്തിൽ അങ്ങ് ചുറ്റിയെടുക്കണം. ഫെവിക്കോളും കൊണ്ട് മതി, ഫെവിക്കോളിൽ ഒട്ടിക്കോളും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് മൊത്തത്തിൽ അങ്ങ് ചുറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഗീവ് അവേ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അത് ഗീവ് അവേ വിന്നർ അനൗൺസ്മെൻറ്റും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, കാരണം കൂടുതൽ കാർഡ്സ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറം കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ്സൊക്കെ നോക്കി നല്ല നല്ല വിന്നേഴ്സിനെ പ്രഖ്യാപിക്കണ്ടേ? അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ചണച്ചരടൊക്കെ ചുറ്റി കുപ്പി നല്ല വൃത്തിയായിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. ഇത് മാത്രമല്ല, ഞാൻ ന്യൂ ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ന്യൂ ഐഡിയ. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ഇന്നത്തെ താരം. ഇത് എനിക്കൊന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം, സോഡ കുപ്പി അടപ്പ്, സോഡ ബോട്ടിൽ ക്യാപ്പ്. എനിക്കൊന്ന് റോഡ് സൈഡിൽ ഈ ബേക്കറിയുടെയും അല്ലെങ്കിൽ കൂൾബാറിൻ്റെയൊക്കെ സൈഡിൽ ഉണ്ടാവും ഈ സാധനം. ഒരു കുന്ന് കെട്ടി കിടക്കുന്നുണ്ടാവും, ഒരു കവറിലോ അല്ലെങ്കിൽ ബാസ്ക്കറ്റിലോ ഒക്കെ. അല്ലെങ്കിൽ കുറച്ചൊക്കെ എന്താ പറയുക, റോഡ് സൈഡിലോട്ട് ഇങ്ങനെ വെതറിയൊക്കെ കിടക്കുന്ന എല്ലാവർക്കും അറിയാം ഈ സാധനം. അപ്പോൾ ഇത് ഞാൻ കുറച്ചിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ അടുത്ത ബേക്കറിയിൽ നിന്ന്. അപ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് നല്ല ഭംഗിയാണ്, പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ഇത് വെച്ചുള്ള ക്രാഫ്റ്റ് ഇനി വരുന്നതുമായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം. ഇത് ശരിക്കും കട്ടിംഗ് പ്ലെയർ ആണ് വേണ്ടത്. ഇവിടെ കട്ടിംഗ് പ്ലെയർ ഇല്ല, വീട്ടിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എനിക്ക് സഹായത്തിനായിട്ട് എൻ്റെ ഇച്ചൂട്ടൻ വന്നിട്ടുണ്ട്. ഇച്ചൂട്ടൻ അതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് തന്നു. ശരിക്കും കുട്ടികൾക്ക് ഇത് കൈ കൊണ്ട് പ്രസ് ചെയ്താൽ ആകില്ല. ഞാൻ ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, നടന്നില്ല. അപ്പോൾ അത് കൈകൊണ്ട് ചേച്ചൻ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ ആയിക്കിട്ടി. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുട്ടികൾ ശ്രമിക്കേണ്ട, ആരെങ്കിലും മുതിർന്നവരെ കൊണ്ട് ഇതുകൊണ്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ ആവുന്ന ഒരു സാധനം കേട്ടോ. അധികം കട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി കട്ടിയുണ്ട്, എന്നാൽ അത് ഇത്തിരി പാടാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് അടുത്ത് കിട്ടാൻ വേണ്ടി കട്ടിംഗ് പ്ലെയർ ഇല്ലെങ്കിൽ ആ കത്രിക കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല്ലടുത്ത് കിട്ടും. അപ്പോൾ അതാണ് നമുക്കിന്ന് വേണ്ടത്. ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കണം. ശരിക്കും കട്ടിംഗ് പ്ലെയർ ഉണ്ട്, ഈസി ആയിട്ട് കാര്യം നടക്കും. പക്ഷേ ഇന്ന് എനിക്ക് സഹായത്തിന് വന്നു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുന്നത് വെച്ചാൽ ഗ്ലൂ ഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ട്. ഫെവിക്കോളിൽ ഒട്ടില്ല, ഒട്ടാൻ ചാൻസ് കുറച്ച് കുറവാണ്. കാരണം ഞാൻ ചെയ്തില്ല, പക്ഷേ അത് നിൽക്കില്ല. ഇത് കട്ടിയുള്ള ഒരു സാധനമാണല്ലോ, അപ്പോൾ അത് നിൽക്കില്ല. അപ്പോൾ ഫെവി ബോണ്ട് തന്നെ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ തന്നെ ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിലോ ഇലയുടെ ഷേപ്പിലോ എന്താണ് നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലൊക്കെ ആക്കിയെടുക്കാം. കണ്ടോ, ഈ ആ ഒരു പല്ല് അടുത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പല്ല് അടുപ്പിക്കണം. കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ കൈകൊണ്ട് ചെയ്യുക. കുട്ടികൾ പ്രത്യേകിച്ച് അത് ശ്രമിക്കണ്ട, കാരണം ഇത്തിരി പാടായിരിക്കും. അപ്പോൾ മുതിർന്നവരെ കൊണ്ട് ആരെങ്കിലും, അച്ഛനോ അമ്മയോ ആരെങ്കിലും കൊണ്ടൊന്ന്, ചേട്ടനോ ചേച്ചി ആരെ കൊണ്ടെങ്കിലും ഒന്ന് ചെയ്യിക്കുക. അപ്പോൾ എന്നിട്ട് കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി നടക്കും. എന്നിട്ട് ഇതൊന്ന് ഷേപ്പിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. പക്ഷെ മഞ്ഞ കളർ കൊടുക്കുമ്പോൾ ഒരു 2 കോട്ടെങ്കിലും കൊടുക്കണം കേട്ടോ, കാരണം ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഒരു ഷെയ്ഡ് ഒരു വട്ടവും കൂടെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനതൊന്ന് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ലീഫ് ആണെന്ന് തോന്നിക്കാൻ വേണ്ടി നമ്മൾ മെറ്റാലിക് കളറാണ് കൊടുക്കുന്നത്. അതായത് ലീഫിൻ്റെ തന്നെ ഗ്രീൻ മെറ്റാലിക് ഉണ്ട്. അപ്പോൾ ആ ഒരു മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ മഞ്ഞ കളറ് ആ കൊടുത്തന്നെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കോപ്പർ കളർ കൊടുക്കുക. അപ്പോൾ ഇതൊരു മെറ്റാലിക് ഷെയ്ഡ് കളേഴ്സ് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ എടുത്ത് ഭംഗി വരും. അപ്പോൾ അത് ഒരു പ്രത്യേക ഷൈനിങ്, ഗോൾഡൻ കളറൊക്കെ സിൽവർ കളറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പം ഞാനിവിടെ മഞ്ഞ എടുത്തപ്പോൾ ഒരു സാധാരണ മഞ്ഞ എടുത്തെങ്കിലും പക്ഷെ ആ ലീഫിന് ഞാനൊരു മെറ്റാലിക് ഷെയ്ഡാണ് കൊടുത്തത്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കൊടുത്താൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അടിപൊളിയല്ലേ? ഇത് ഭയങ്കര ഈസി പരിപാടിയാണ്. ആകെ ഒന്ന് പെറുക്കി എടുത്തുകൊണ്ട് വന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തോ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തു നോക്കുക, എളുപ്പ പരിപാടിയാണ്. ശരിക്കും ഇതൊരു വേസ്റ്റിൽ നിന്ന് നമ്മളൊരു സാധനം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.